സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ, അതായത് SIR-ൽ സംസ്ഥാനത്താകെ 8,97,000 വോട്ടർമാർ കുറഞ്ഞപ്പോൾ തലസ്ഥാന നഗരിയിലെ 4 നഗരമണ്ഡലങ്ങളിൽ മാത്രം അപ്രത്യക്ഷമായത് 1.5 ലക്ഷത്തിലേറെ വോട്ടർമാരാണ്. തിരുവനന്തപുരം സെൻട്രൽ 47,647, വട്ടിയൂർക്കാവിൽ 42,580, നേമം 38,063, കഴക്കൂട്ടം 32,769 എന്നിങ്ങനെയാണ് വോട്ടർമാർ കുറഞ്ഞത്. ജില്ലയിലെ മറ്റ് 10 മണ്ഡലങ്ങളിലും 20,000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ അതിൽ താഴെയോ വോട്ടർമാർ കുറയുമ്പോഴാണ് ഈ 4 മണ്ഡലങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന കണക്ക് പുറത്തു വന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ് ഇതിലെ കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയത്. ഇത്തവണ നിയമസഭയിലേക്ക് നേമത്ത് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അവിടെ സ്ഥാനാർത്ഥിയാകും, അവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. മറ്റ് 2 കക്ഷികളുടെയും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ല. എന്നാലും കോൺഗ്രസിന്റെ ശശി തരൂരും CPM-ന്റെ വി ശിവൻകുട്ടിയുമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണ് പ്രചരണങ്ങളിൽ അറിയാൻ സാധിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ശശി തരൂരായിരുന്നു അവിടെ മുന്നിലെത്തിയിരുന്നത്. എന്നാൽ 2 മാസം മുമ്പ് നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡല പരിധിയിലെ മിക്ക വാർഡുകളിലും നേട്ടം കൊയ്തത് BJP ആയിരുന്നു. അത് BJPക്ക് വലിയ പ്രതീക്ഷ നൽകുകയും CPM-നെ അമ്പരിപ്പിക്കുകയും, CPM-നെ മാത്രമല്ല കോൺഗ്രസിനെയും അമ്പരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ നിയമസഭയിൽ വിജയിച്ച ആന്റണി രാജു, അദ്ദേഹം ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് അയോഗ്യനായതിനാൽ ഇത്തവണ ആ സീറ്റ് CPM ഏറ്റെടുക്കാനാണ് സാധ്യത. അതിനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നഗരപരിധിയിൽ വരുന്ന ഈ മണ്ഡലങ്ങളിൽ ഇത്രയധികം വോട്ടർമാർ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാതിരുന്നതാണ് ഇവർ പുറത്താക്കാൻ പ്രധാന കാരണം. ഫ്ലാറ്റുകളും അപ്പാർട്ട്മെന്റുകളും വില്ലകളും അതൊക്കെ ഏറെയുള്ള ഈ നഗരമേഖലയിൽ പലരെയും ബൂത്ത് ലെവൽ ഓഫീസർമാർ, അതായത് BLO-മാർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പല വോട്ടർമാരും പുറത്തായത്. അതായത് ഇത്രയധികം വോട്ടർമാർ പുറത്തായത് അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഏറെ വർഷങ്ങളായി നഗരത്തിൽ നിന്ന് താമസം മാറിയവർ വോട്ടർമാരായി തുടരുന്ന സാഹചര്യവും പലരെയും നീക്കാൻ കാരണമായി. ഇരട്ട വോട്ടുകളും മാറിപ്പോയി. ഈ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകളും വില്ലകളും അപ്പാർട്ട്മെന്റുകളും ഒക്കെ ഉള്ളത് വിദേശത്ത് താമസിക്കുന്ന പലർക്കുമാണ്. അവരൊക്കെ വിദേശത്ത് താമസിക്കുന്നതിനാൽ ഇവിടെ താമസമില്ലാത്തതിനാൽ അവർക്കൊന്നും ഫോം പൂരിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ വീടുകളിൽ കൂടുതലും വാടകക്കാരാണ് താമസിക്കുന്നത്. ഈ വാടകക്കാർക്ക് ഇവിടെ അവരുടെ സ്വന്തം മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ വോട്ടർമാരായിരിക്കും. അപ്പോൾ അവർക്ക് വീണ്ടും ഇവിടെ ഇത് ഫോം പൂരിപ്പിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അതാണ് ഒരു കാരണം. ഈ പല കാര്യങ്ങളിൽ ഒരു കാരണം അതാണ്. പലരും ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. പല വീടുകളും അടഞ്ഞു കിടക്കുകയാണ്. ഈ വിദേശത്ത് താമസിക്കുന്ന ആളുകളുടെ പല ഫ്ലാറ്റുകളും വീടുകളും അതോടൊപ്പം അപ്പാർട്ട്മെന്റുകളും ഒക്കെ അടഞ്ഞു കിടക്കുകയാണ്. അതുപോലെ മറ്റു മണ്ഡലങ്ങളിൽ വോട്ടുള്ള ഇവിടെ താൽക്കാലികമായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ, അവരുടെ വോട്ടുകളെല്ലാം മാറിയിട്ടുണ്ട്. ഏതായാലും വൻതോതിൽ വോട്ടുകൾ കുറഞ്ഞത് എല്ലാവരെയും ഭയപ്പെടുത്തുകയാണ്. എല്ലാവരെയും പറഞ്ഞാൽ 3 മുന്നണിയിലെയും പാർട്ടികളെ ഭയപ്പെടുത്തുന്നു. അവരെല്ലാം ആശങ്കയിലാണ്.